എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ? ജർമ്മനിയിലെ ഒരു ഡാമാണ് കേട്ടോ. ഒരു ഡാം, ഇവിടെയും ഡാമൊക്കെ ഉണ്ടെന്നേ. അങ്ങ് മലങ്കര ഡാമിൻ്റെ അടുത്തുനിന്ന് വന്നുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ ഡാം എന്ന് കേട്ടപ്പോൾ ഓടിപ്പോയി കാണാൻ തോന്നി കേട്ടോ. കൊള്ളാലോ സംഭവം എന്ന് വിചാരിച്ച് അങ്ങനെ കാണാൻ വന്നൊരു ഡാമാണിത്, ജർമ്മനിയിലെ ഒരു ഡാം. എന്തായാലും വന്നത് നമ്മുടെ കൊച്ചിനെയും കൊണ്ടാണ് കേട്ടോ. ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് നല്ല കാലാവസ്ഥയാണല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്നതേ അവനൊരു ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. എന്തോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ, നമ്മൾ എത്ര രൂപ കൊടുത്ത് മേടിച്ച ഐസ്ക്രീമാണ്. അതും ഈ കാലാവസ്ഥയിലൊക്കെ ഐസ്ക്രീം എങ്ങനെ കളയാൻ പറ്റും? എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ നല്ല വെയിലൊക്കെ വന്നതാണ്. അപ്പോൾ എന്തിനേലും നമ്മൾ ഐസ്ക്രീം അങ്ങോട്ട് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ, അവനെ കഴിപ്പിക്കാനും. അങ്ങനെ എല്ലാം ആ ഒരു മൂലയിലിരുന്ന് സംഭവ സാമഗ്രികളൊക്കെ കഴിച്ച് തീർത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഡാം കാണാനായിട്ട് കയറിയത്. ഈ ഒരു കാണുന്ന ആ ഒരു നടപ്പാതയാണ് കേട്ടോ ഡാമിൻ്റെ മുകളിലോട്ട് കയറുന്നത്. നമ്മളിപ്പോൾ ഡാമിൻ്റെ പുറകു സൈഡിലാണ്, അതായത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അപ്പുറവശത്താണ് കേട്ടോ ഡാം ഉള്ളത്. അപ്പോൾ ഇതൊരു ഡാമാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടുവളർന്ന ഡാമുകളൊന്നും ഇങ്ങനെയല്ലല്ലോ. പിന്നെ മറ്റേ ഈ മലമ്പുഴ യക്ഷീനെ എന്നൊക്കെ പറയുന്ന കണക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു സ്റ്റാച്ചു. ഇത് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. ചിലപ്പം ഈ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്റ്റാച്ചു വെക്കണമെന്നുള്ളതൊരു നിർബന്ധമായിരിക്കാം, അറിയില്ല. കൊള്ളാമല്ലേ? എന്തായാലും ഡാമിൻ്റെ പുറകിലായിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഡാമിൻ്റെ ഷട്ടർ തുറന്നിങ്ങനെ വെള്ളം വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഷട്ടറുണ്ട് അവിടെ, ചെറിയൊരു ഷട്ടർ. നമ്മുടെ നാട്ടിലെ ആ ഡാമിൻ്റെ ഒന്നും ആ ഒരു വലിപ്പമോ അങ്ങനെയൊന്നുമില്ല. വളരെ ചെറിയൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഷട്ടറും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് എനിക്കങ്ങനെ ഒരു ഭീകരതയൊന്നും തോന്നിയൊന്നുമില്ല. ഭീകരത എന്നല്ല, ഒരു വലിപ്പമൊന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല. വളരെ ചെറിയൊരു സംഭവമായിട്ടേ തോന്നിയുള്ളൂ. എന്തെന്നേലും കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, നല്ല അടിപൊളി, വളരെ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ നടയൊക്കെ കയറി, നടയല്ല, ആ ഒരു വലിയ നടപ്പാതയൊക്കെ കടന്ന് നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ നമുക്ക് നമ്മുടെ അതിവിശാലമായ ഡാം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. വളരെ ശാന്തസുന്ദരമായ ഡാം, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ഒരു ഡാം കൊള്ളാം. ഇതിങ്ങനെ കുറച്ച് സ്ഥലം പൊക്കിയെടുത്ത് ആർട്ടിഫിഷ്യലായിട്ട്, അല്ല, ഡാമൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണല്ലോ, ഉണ്ടായി വരുന്നതല്ലല്ലോ. അപ്പോൾ എന്ത് തന്നെയായാലും ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡാം കാണാനായിട്ടൊരു രസമൊക്കെ ഉണ്ട്. മേളിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ചന്തം എന്നൊക്കെ പറയാം. പിന്നെ ഇത് വലിയ ഡാമാണ് കേട്ടോ. ഇതിങ്ങനെ എന്താ പറയുന്നത്, നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു ഡാമാണ്. ഒരുപാട് വലിപ്പമുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുള്ള സ്ഥലത്തോടെ നടക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ, നമ്മളിപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നിൽക്കുന്നത്, അതിങ്ങനെ ചുറ്റി കിടക്കുകയാണ്. ഇതിങ്ങനെ എന്താ പറയുന്നത്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഡാം. അപ്പോൾ അതിലിങ്ങനെ നടപ്പാതയൊക്കെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതായത് സൈക്കിളിന് പോകാനും അല്ലാതെ നടന്നു പോകാനും പിന്നെ വീൽ ചെയർ അങ്ങനെ വരുന്നവർക്ക് പോകാനും ഒക്കെ ആയിട്ട് രണ്ട് തട്ടായിട്ട് അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു കൈത്തോട് പോലെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറമായിട്ട് ഈ മറ്റേ വണ്ടിക്കൊക്കെ വന്നേക്കുന്നവരുടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. കാണാനായിട്ട് അടിപൊളിയാണ്. നമുക്കിത് കാണുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തോന്നൂലെങ്കിലും, കാരണം നമുക്കൊക്കെ ഇഷ്ടംപോലെ ഡാമൊക്കെയുള്ള നാട്ടിൽ നിന്നായതുകൊണ്ട് അങ്ങനെയൊന്നും തോന്നൂലെങ്കിലും ഇവിടുത്തെവർക്ക് ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. കാരണം അവിടെ വന്ന് കിടക്കുന്ന വണ്ടി കണ്ടാൽ തന്നെ അറിയില്ല ഈ ഒരു ഡാം കാണാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് താമസിക്കാനായിട്ട് എത്രമാത്രം ആളുകളാണ് വരുന്നതെന്നും പോകുന്നതെന്നും ഒക്കെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പക്ഷേ ഇന്ന് ഞാനിവിടെ ഒരു മനുഷ്യനെയും കണ്ടൊന്നുമില്ല കേട്ടോ. ഒരു മനുഷ്യനെയും കണ്ടില്ലെന്നല്ല, ഉണ്ട്, പക്ഷേ അങ്ങനെ ആളെയൊന്നും കണ്ടൊന്നുമില്ല. നടക്കാനും ഓടാനും ഒക്കെ ആയിട്ട് വരുന്ന കുറേ ആൾക്കാർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കിത് കാണാനായിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം വെള്ളമാണല്ലോ, വെള്ളം കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരു ഡാം അങ്ങനെ ഒരു ഫീലൊന്നും വന്നൊന്നുമില്ല കേട്ടോ കണ്ടിട്ട്. അത് എന്താണാവോ അത്രയ്ക്കൊരു അത് വന്നില്ല. പക്ഷേ ഇത് ഭയങ്കര വലുപ്പമൊക്കെ തോന്നി. പിന്നെ ഇവർ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതായത് ഈ റോഡും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ കാറ്റും നല്ല വെയിലും, വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് മുമ്പിൽ കാണുന്നൊരു വലിയ ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ അത് വെച്ചാൽ റെസ്റ്റോറൻറ്റും പിന്നെ അതുപോലെ തന്നെ താമസിക്കാൻ ആയിട്ടുള്ള അങ്ങനെ. അപ്പോൾ അതായത് ഇവിടെ വിദേശ മറ്റേ സഞ്ചാരികളൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ബാൽക്കണിയിലൊക്കെ ആൾക്കാരിങ്ങനെ ഇരിപ്പുണ്ട്. കാരണം അവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല അടിപൊളിയാണ്, നല്ല സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഈ വെയിലത്തൊക്കെ നല്ല രസമാണ്, അത് പറയാതെ പറ്റില്ല. എന്തോ കാണാനായിട്ട് നല്ല നല്ല എന്താ പറയുന്നത്, നല്ല അധികം ചന്തമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുമല്ലോ. അങ്ങനെ നമ്മൾ അതിൻ്റെ അവിടെ നിന്നൊക്കെ നടന്നിങ്ങ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് നല്ല രസമാണ്. ഞാൻ ഇത് കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ എന്നാൽ അവിടെ ഒന്ന് പോയി നോക്കിയേക്കാമെന്ന് വിചാരിച്ച്. ഇത് കാണാനായിട്ട് നല്ല രസമാണ്. ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോയ്ക്കും അങ്ങനെ. പിന്നെ കുറേ പിള്ളേരെ കാര്യങ്ങൾ, ഇതൊക്കെ ഈ ഹോട്ടലിൽ താമസിക്കുന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അവിടെ ഒരുപാട് ആളുകളൊക്കെ ഇരിപ്പുണ്ട്, ചായയൊക്കെ കുടിച്ച് സായാഹ്നം ആഘോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ എന്തിനേലും എനിക്കും ആ സാധനത്തിലൊന്ന് കയറണമെന്ന് തോന്നിട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല രസമല്ല ഇങ്ങനെ വെള്ളത്തിലോട്ട് നീണ്ടിങ്ങനെ ഇരിക്കണേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് അകലേന്ന് കാണാനും നല്ല രസമുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു. പിന്നെ ഈ വെള്ളമാണെങ്കിലും കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല നീല കളറിൽ
ഈ ചില സമയങ്ങളിൽ ഈ ആകാശവും വെള്ളമൊക്കെ ഒരേ കളറിൽ ഇങ്ങനെ ഇരിക്കും. എന്താ രസം, എന്താ ആംബിയൻസ്, ഒന്നും പറയണ്ട. എന്തുതന്നെയായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ, ഈ സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളത്. എനിക്കിങ്ങനെ വെള്ളത്തിലോട്ടൊക്കെ നീണ്ടെടുക്കുന്ന സാധനങ്ങളിൽ കയറാനൊക്കെ ഒരു അല്പം പേടിയുണ്ട്. പിന്നെ ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നല്ല പഴക്കമുള്ള സാധനമാണ്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ദിനം പ്രതി കയറി ഇറങ്ങുന്ന സാധനമായതുകൊണ്ട് താഴെയൊന്നും പോകില്ലായിരിക്കും. പക്ഷേ എന്തുതന്നെയാലും എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സാരമൊന്നുമില്ല, നമുക്ക് കയറി നോക്കാം. നല്ല രസമാണ് അതിൻ്റെ അകത്ത് കയറുമ്പോൾ, എനിക്കിഷ്ടപ്പെട്ടു. കയറാനും നല്ല രസമാണ്, അതിൻ്റെ അകത്തുനിന്ന് നോക്കി കാഴ്ചകളൊക്കെ കാണാനും രസമാണ്. നമ്മളിപ്പോഴും ഡാമിൻ്റെ ഒരു അറ്റത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇതുപോലെ ചുറ്റി വരാനുണ്ട്, അതായത് ഡാം ഇങ്ങനെ ചുറ്റി വരാൻ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് സ്റ്റക്കായിപ്പോയെന്ന് വേണേൽ പറയാം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇളങ്കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് എൻ്റെ അമ്മോ എന്താ സുഖം. എന്തെങ്കിലുമൊക്കെ കുടിക്കാനും കഴിക്കാനും ഒക്കെ വേണ്ടതായിരുന്നു, പക്ഷെ പറ്റിപ്പോയി. സാരമില്ല. ഐസ്ക്രീം നമ്മൾ നേരത്തെ നിലത്തൊക്കെ എറിഞ്ഞ് ഇതായതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിച്ച് തീർത്തു. അല്ല, ഐസ്ക്രീം ഇവിടം വരെ ഒന്ന് എത്തിയാലെന്ന് തോന്നുന്നു. എന്ത് തന്നെ ആയാലും എന്തൊക്കെയോ കഴിക്കാനും കുടിക്കാനും ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ സാരമില്ല, നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതയായി ഇങ്ങനെ നടക്കുക, നിൽക്കുക. അവനങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് കയറിയത്. ചെറുക്കന് പേടിയായിട്ടാണോ എന്നറിയത്തില്ല, അവനങ്ങ് ഇറങ്ങിപ്പോയി. ഇതൊന്നും വേണ്ട, നമുക്ക് നടക്കാം എന്നുള്ളൊരു രീതിയിൽ. എനിക്കെന്തോ പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വന്നവരെയൊക്കെ ഞാൻ ഓടിച്ചു. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു സാമ്രാജ്യം എനിക്ക് മാത്രം സ്വന്തമാണ്, പിന്നെ തരില്ല. നോക്കിക്ക് ഈ തടിയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ആ ഒരു പഴക്കം എന്നൊക്കെ പറയുന്നത്. എന്നാ തന്നെ ആയാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആൾക്കാർ ഓടിച്ച പോലെ തന്നെ എന്നെ അവിടുന്ന് ആൾക്കാർ ഓടിച്ചു കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞു നിന്ന് ഭയങ്കര ഫോട്ടോ എടുക്കലൊക്കെ ആയതുകൊണ്ട് അവർ ഫോട്ടോ എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇറങ്ങി പോന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.